എല്ലാവർക്കും PSC സഹചാരിയിലേക്ക് സ്വാഗതം. 2025 ജനുവരി 11 നടത്തിയ 10th പ്രിലിംസിന്റെ രണ്ടാം ഘട്ട പരീക്ഷയിലെ ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സുമായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ പാർട്ട് 6 വീഡിയോ ആണിത്. 51ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു, ചേരുംപടി ചേർക്കുക. ഇതിന്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ നമുക്ക് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില ഫാക്ട്സ് നോക്കാം. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ മൗലിക അവകാശങ്ങളുടെ ഭാഗത്ത് വരുന്നതാണ്, അതായത് ഭാഗം 3 വരുന്നതാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തുനിന്നാണ്? അമേരിക്ക. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്, അതായത് നമുക്ക് കോടതിയിൽ പോയി അത് വാദിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ തുടക്കത്തിൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 എണ്ണം ഉണ്ടായിരുന്നു. എന്നാൽ അത് നിലവിൽ 6 കുറഞ്ഞിട്ടുണ്ട്. 1978 44ാം ഭേദഗതിയിലാണ് സ്വത്തവകാശം എന്ന മൗലികാവകാശം നിയമാവകാശമാക്കി മാറ്റിയത്. മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ INC സമ്മേളനം 1931 കറാച്ചി സമ്മേളനമാണ്. ഈ കറാച്ചി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഇനി നമ്മുടെ മൗലിക അവകാശങ്ങൾ 6 എണ്ണം ഏതൊക്കെയാണെന്നും അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസും നമുക്ക് നോക്കാം. അതായിരുന്നു ചോദ്യം. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നതോ അത് ആർട്ടിക്കിൾ 32. ഇനി സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14, 19, 21. ഇനി ഇന്ത്യൻ പൗരന് മാത്രം ഉള്ള മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15, 16, 19, 29, 30. 52. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, പിംഗലി വെങ്കയ്യ. ദേശീയ ഗീതത്തിന്റെ ഉപജ്ഞാതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗാനം എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ. അശോക സ്തംഭം ഡിസൈൻ ചെയ്തത് ദിനനാഥ് ഭാർഗവ. ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ കവർ പേജ് ഡിസൈൻ ചെയ്തതോ അത് റാം മനോഹർ സിൻഹയാണ്. ഇനി ഭരണഘടനയുടെ ഇംഗ്ലീഷ് കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ. ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണയാണ്. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയ വ്യക്തി പൈഡിമാരി വെങ്കട സുബ്ബറാവു ആണ്. പ്രതിജ്ഞ ആദ്യം എഴുതിയത് തെലുങ്ക് ഭാഷയിലാണ്. നമ്മുടെ റുപ്പി ചിഹ്നം ഡിസൈൻ ചെയ്തത് D. ഉദയകുമാർ ആണ്. ഇനി 2022 രൂപീകരിച്ച ഭരണഘടനാ പരിഷ്കരണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? വെങ്കിട ചെല്ലയ്യ. അതാണ് ഓപ്ഷൻ C ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ള വെങ്കിട ചെല്ലയ്യ. അതുപോലെ ഓപ്ഷൻ എയിലുള്ള പോറ്റി ശ്രീരാമലു ആരാണ്? ആന്ധ്ര സംസ്ഥാനം. ആന്ധ്രാപ്രദേശിന് ആദ്യത്തെ പേര് ആന്ധ്ര എന്നായിരുന്നു നിലവിൽ വരുന്ന സമയത്ത്. ഈ ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് 58 ദിവസം നിരാഹാരം കിടന്ന് മരണപ്പെട്ട നേതാവായിരുന്നു പോറ്റി ശ്രീരാമലു. ചോദ്യം 53. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഇത് 3ഉം ഇതിന്റെ ഉത്തരം ഓപ്ഷൻ D ഇവയെല്ലാം ആണ്. ഇതെല്ലാം മൗലിക കടമകളാണ്.
ഇനി നമുക്ക് മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ട്സ് നോക്കാം. മൗലിക ചുമതല, മൗലിക കടമ, മൗലിക കർത്തവ്യം, ഈ 3 വാക്കുകളും ഒന്ന് തന്നെയാണ്. ചോദ്യത്തിൽ ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇതിനെല്ലാം അർത്ഥം ഒന്ന് തന്നെയാണ്. ഈ മൗലിക കടമ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗം 4A ആണ്. മൗലിക കടമയുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ 51A ആണ്. മൗലിക കടമ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 1976 42-ാം ഭേദഗതിയിലൂടെയാണ്. അതായത് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എന്തില്ലായിരുന്നു? മൗലിക കടമ ഇല്ലായിരുന്നു. 1976 മാത്രമാണ് മൗലിക കടമ ഭരണഘടനയിൽ ചേർത്തത്. ഈ മൗലിക കടമ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടുന്ന? സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ എന്ന് പറയാം. ഇനി മൗലിക കടമ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് സജസ്റ്റ് ചെയ്ത നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. 1976 ഈ മൗലിക കടമകൾ ഉൾപ്പെടുത്തുന്ന സമയത്ത് എത്ര എണ്ണമാണ് ഉൾപ്പെടുത്തിയത്? 10 മൗലിക കടമകളാണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ അത് എത്ര എണ്ണമാണ്? 11 മൗലിക കടമകളായി ഉയർന്നിട്ടുണ്ട്. ഈ 11ാമത്തെ മൗലിക കടമ എന്നാണ് ഉൾപ്പെടുത്തിയത്? 2002 86-ാം ഭേദഗതിയിലൂടെയാണ് 11ാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഈ മൗലിക കടമ എന്താണ്? മൗലിക അവകാശങ്ങൾ പോലെയല്ല, കോടതിയിൽ സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ പറ്റും. 54ാമത് ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? ഉത്തരം എ, രാഷ്ട്രപതി. ഇനി മനുഷ്യാവകാശം അല്ലെങ്കിൽ കമ്മീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. മനുഷ്യാവകാശ ദിനം, ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10-നാണ് ആചരിക്കുന്നത്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10-നാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 1993-ലാണ്. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് അടക്കം നമ്മൾ പഠിക്കണം. 1993 ഒക്ടോബർ 12. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? സർവേ ഭവന്തു സുഖിന. മനുഷ്യാവകാശ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ആസ്ഥാനം, അതിന് പറയുന്ന പേര് മാനവ് അധികാർ ഭവൻ എന്നാണ്. അത് ഡൽഹിയിലാണ്. ഇനി ഈ കമ്മീഷനിലെ, ദേശീയ കമ്മീഷനിലെ അംഗങ്ങൾ എത്ര പേരാണ്? ഒരു ചെയർമാനും 5 അംഗങ്ങളും, അതായത് ആകെ 6 അംഗങ്ങളുണ്ടെന്ന് പറയാം, ചെയർമാൻ അടക്കം. ഇനി ഈ അംഗങ്ങളെ, ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും അതുപോലെ ഈ അംഗങ്ങളും ചെയർമാനും രാജി സമർപ്പിക്കുന്നതും ആർക്കാണ്? എല്ലാം ഈ പ്രസിഡന്റിനാണ്, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതിക്കാണ്. കാലാവധി, ഈ അംഗങ്ങളുടെയും അല്ലെ ചെയർമാന്റെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഈ അംഗങ്ങളെ, മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ സെലക്ട് ചെയ്യുന്നതിന് ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ 6 അംഗങ്ങളാണുള്ളത്. മനുഷ്യാവകാശ കമ്മീഷന്റെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് രംഗനാഥ് മിശ്രയാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി KG ബാലകൃഷ്ണനാണ്. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ്. അദ്ദേഹം 9ാമത് ചെയർമാനാണ്. കൂടാതെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനിൽ, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിക്കാറുണ്ട്. അത് 7 ആണ്. ഇനി നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാം. അത് നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. ആസ്ഥാനം തിരുവനന്തപുരം. ഇതിലെ അംഗങ്ങൾ ഒരു ചെയർമാനും 2 അംഗങ്ങളും, അങ്ങനെ ആകെ 3 അംഗങ്ങളാണ് ചെയർമാൻ ഉൾപ്പെടെ ഉള്ളത്. ഇനി സെലക്ഷൻ കമ്മിറ്റി സെയിം ആണ്, നമ്മുടെ ദേശീയ കമ്മീഷന്റെ പോലെ തന്നെ 6 പേരാണ് സെലക്ഷൻ കമ്മിറ്റിയിലുള്ളത്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്തില്? നിയമനത്തിലും രാജിയിലും ആരെയാണ് നിയമിക്കുന്നത്? ഈ അംഗങ്ങളെ നിയമിക്കുന്നതും അതുപോലെ അംഗങ്ങൾ രാജി സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. കൂടാതെ ഇവരെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പക്ഷെ പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ്. ഓക്കെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇനി അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം 70 വയസ്സ് തന്നെയാണ്. ആദ്യത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് MM പരീത് പിള്ളയാണ്. നിലവിൽ
ആരാണ് അധ്യക്ഷൻ? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ അലക്സാണ്ടർ തോമസ്. ഇനി 55ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഇതിന്റെ ഉത്തരം വരുന്നത് സി ആണ്, 1, 2 മാത്രം. 2005 വിവരാവകാശ നിയമം അനുസരിച്ചാണ് വിവരാവകാശ കമ്മീഷൻ വന്നത്, ശരിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, അതും ശരിയാണ്. എന്നാൽ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് നോക്കാം. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമമാണ്. അത് നിലവിൽ വന്നത് 2005 ഈ ഒരു നിയമം നിലവിൽ വരാൻ കാരണമായ രാജസ്ഥാനിലെ സംഘടനയുടെ പേരാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ, MKSS എന്ന് പറയും. അതിന്റെ നേതാവ് അരുണ റോയ് ആയിരുന്നു. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 അതിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സിന് പറയുന്ന പേര് CIC ഭവൻ ആണ്. അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇനി അംഗങ്ങളെയും ഈ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും അതുപോലെ അംഗങ്ങൾ രാജി സമർപ്പിക്കുന്നതും പ്രസിഡന്റിനാണ്. അതുപോലെ ഇവരുടെ കാലാവധി ഒരു കൃത്യം കാലാവധി പറയുന്നില്ല. ഈ കാലാവധി ആർക്കാണ് തീരുമാനിക്കാനുള്ള അധികാരം? കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. അതുപോലെ അവരുടെ പ്രായം പറയുന്നുണ്ട്, മാക്സിമം 65 വയസ്സ് വരെയാണ്. ഇതുപോലെ ഈ സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ 3 പേരാണുള്ളത്. വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് വജാഹത്ത് ഹബീബുള്ളയാണ്. ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ദീപക് സന്ധു. നിലവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയയാണ്. അദ്ദേഹം 12ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. ഇനി അതിൽ അംഗങ്ങളെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. 1+10 ആണ്. ഒരു ചെയർമാനും 10ൽ കവിയാത്ത അംഗങ്ങളും. ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റി നോക്കാം. അതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നിലവിൽ വന്നത് 2005 ഡിസംബർ 19 ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. ഈ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും അതേപോലെ അംഗങ്ങൾ രാജി സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. ഇതിലെ അംഗങ്ങളുടെ കാലാവധിയും ആരാണ് തീരുമാനിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. എന്നാൽ അവരുടെ പ്രായം 65 വയസ്സിൽ കൂടാൻ പാടില്ല. സെലക്ഷൻ കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണുള്ളത്. ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആദ്യത്തേത് ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ്. നിലവിൽ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ആണ്. അദ്ദേഹം 5ാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. 56ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. ഇനി കേരള പോലീസുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. കേരള പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള പോലീസ് രൂപം കൊണ്ടത് 1956 നവംബർ 1 കേരളത്തിന്റെ 35ാമത് DGP ആണ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. അദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. അതൊരു ആക്ച്വലി ഒരു പ്ലസ് പോയിന്റ് ആണ്. നമ്മൾ കേൾക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് തോന്നും. കാരണം പല സംസ്ഥാനങ്ങളിലും കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ പോലും ചെയ്യപ്പെടുന്നില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി കേരള പോലീസ് ആക്ട് 2011 കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസ് നടന്നത് കൊച്ചിയിലാണ്. ആ ഒരു കോൺഫറൻസിന്റെ പേര് കൊക്കൂൺ എന്നായിരുന്നു. ഇനി അടുത്തത് 57ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഇത് ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദികളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 1, 2, 4 മാത്രം. ഇനി ഡാംസ് ഒക്കെ, ഇന്ത്യയിലെ ഡാമുകളുമായി ബന്ധപ്പെട്ട ചില ഫാക്ട്സ് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറയുന്നത് ബക്രാം ജംഗലാണ്. സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം എന്ന് പറയുന്നത് ഹിരാക്കുഡ് ആണ്. ഒഡീഷയിലെ മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം എന്ന് പറയുന്നത് തെഹിരി ഡാമാണ്. ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഉയരത്തിന്റെ കാര്യത്തിൽ രണ്ടാമത് വരുന്ന ഡാം ഏതാണ്? ബക്രാൻ നെങ്കൽ ഡാം, സത്ലജ്, ഹിമാചൽ പ്രദേശാണ്. ആദ്യ വിവിധോദ്ദേശ പദ്ധതി ഏതാണ് ഇന്ത്യയിലെ? ദാമോദർ വാലിയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ചോദിച്ചാൽ അത് ബക്രാൻ നെങ്കലാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം സർദാർ സരോവർ ഡാം ആണ്, നർമ്മദ നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഡാം കല്ലണൈ ഡാം ആണ്, തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ്, ഇടുക്കി ഡാമാണ്. അത് പെരിയാർ നദിയിലാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം എന്ന് പറയുന്നത് ബാണാസുര സാഗർ ഡാം ആണ്, കബനി നദിയിൽ നമ്മുടെ വയനാട്ടിലാണ്. ഇനി കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡാം എന്നറിയപ്പെടുന്നത് നാഗാർജുന സാഗർ ഡാം ആണ്, കൃഷ്ണ നദിയിലാണ്. 58ാമത്തെ ചോദ്യം, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1, 2, 3 മാത്രം. ഓക്കെ. ഇനി വാഗ്ഭടാനന്ദ ഗുരുവിനെ ബന്ധപ്പെട്ട ചില ഫാക്ട്സ് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ വീട്ടുപേര് വയലേരി തറവാട് എന്നാണ്. ആദ്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നാണ്. എന്നാൽ അദ്ദേഹം VK ഗുരുക്കൾ എന്നും അറിയപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെട്ടിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച സംസ്കൃത സ്കൂളിന്റെ പേരാണ് തത്വപ്രകാശിക. അത് സ്ഥാപിച്ചത് കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പാണ്. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം. അതിന്റെ മുഖപത്രമായിരുന്നു അഭിനവ കേരളം. അദ്ദേഹത്തിന്റെ മറ്റു മാസികകളാണ് യജമാനൻ, ആത്മവിദ്യ, കാഹളം. വാഗ്ഭടാനന്ദൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാന നവോത്ഥാന നേതാക്കളും അവരുടെ ജന്മസ്ഥലവും നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരു ചെമ്പഴന്തി, തിരുവനന്തപുരം. വൈകുണ്ഠസ്വാമി സ്വാമിത്തോപ്പ്, നാഗർകോവിൽ. ചട്ടമ്പി സ്വാമികൾ തിരുവനന്തപുരത്ത് കണ്ണമൂലയ്ക്കടുത്തുള്ള പുല്ലൂര്. തൈക്കാടയ്യ നാഗർകോവിലിനടുത്തുള്ള നഗരപുരം. അയ്യങ്കാളി തിരുവനന്തപുരത്തെ വെങ്ങാനൂർ. ബ്രഹ്മാനന്ദ ശിവയോഗി പാലക്കാടുള്ള കൊല്ലങ്കോട്. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവനന്തപുരത്തുള്ള വക്കം. സഹോദരൻ അയ്യപ്പൻ എറണാകുളത്തുള്ള ചെറായി. VT ഭട്ടതിരിപ്പാട് പാലക്കാടുള്ള തൃത്താലയിലാണ് അദ്ദേഹം ജനിച്ചത്. മന്നത്ത് പത്മനാഭൻ എവിടെയാണ് ജനിച്ചത്? ചങ്ങനാശ്ശേരിക്കടുത്തുള്ള പെരുന്ന. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചവറയോ? അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ്. പൊയ്കൈ യോഹന്നാൻ പത്തനംതിട്ടയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള ഇരുവിപേരൂരാണ് ജനിച്ചത്. കുമാരനാശൻ തിരുവനന്തപുരം തോന്നക്കലിനടുത്തുള്ള കായിക്കര. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലാണ് ജനിച്ചത്. K കേളപ്പൻ കോഴിക്കോട് ജില്ലയിലെ മൊച്ചുകുന്നിനടുത്തുള്ള മൂടാടി. പൽപ്പു ജനിച്ചത് തിരുവനന്തപുരത്ത് പേട്ട എന്ന സ്ഥലത്താണ്. AKGO കണ്ണൂരിലെ പെരളശ്ശേരി. KP വേശവമേനോൻ പാലക്കാട് തരൂരാണ് ജനിച്ചത്. ആഗമാനന്ദ സ്വാമികൾ കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. ആനന്ദതീർത്ഥ സ്വാമികൾ ജനിച്ചത് കണ്ണൂരിലെ തലശ്ശേരി. 59ാമത്തെ ചോദ്യം, വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം എല്ലാം ശരിയാണ്. ഇതിൽ പറയുന്ന വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ പരിചിതമായിട്ടുള്ള വക്കം മൗലവി അല്ലെങ്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന വ്യക്തിയുടെ നവോത്ഥാന നായകന്റെ മകനാണ്. അച്ഛനും മകനും ഏകദേശം സെയിം പേരാണ്. അപ്പം ഈ വക്കം അബ്ദുൽ ഖാദർ, ചോദ്യത്തിൽ പറഞ്ഞ വക്കം അബ്ദുൽ ഖാദർ അദ്ദേഹത്തിന്റെ ഫാദർ ആണ്, അല്ലെങ്കിൽ അച്ഛനാണ്. ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം മൗലവിയാണ്. വക്കം മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. 1905 ജനുവരി 19 അഞ്ചുതെങ്ങാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. ആദ്യത്തെ പത്രാധിപർ CP ഗോവിന്ദപിള്ളയായിരുന്നു. പിന്നീട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പത്രാധിപരായി. 1910 സെപ്റ്റംബർ 26 രാമകൃഷ്ണപിള്ളയെ എങ്ങോട്ടേക്ക് നാടുകടത്തി? തിരുനെൽവേലിയിലേക്ക്. ആ ഒരു സംഭവത്തെയാണ് കന്നിപ്പത്ത് സംഭവം എന്നറിയപ്പെടുന്നത്. ഇനി ഇദ്ദേഹത്തെ നാടുകടത്തിയ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? P രാജഗോപാലാചാരി.
ഇതേ ദിവസം തന്നെ, അതായത് 1910 സെപ്റ്റംബർ 26 തന്നെയാണ് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയതും. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേര് എന്റെ നാട് കടത്തൽ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരാണ് ബി കല്യാണിക്കുട്ടിയമ്മ. കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥയുടെ പേര് ഒരു വ്യാഴവട്ട സ്മരണകൾ അല്ലെങ്കിൽ വ്യാഴവട്ട സ്മരണകൾ. അതിനൊരു പ്രത്യേകത ഉണ്ട്. മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ സ്ത്രീ ആത്മകഥയാണ്, ഒരു സ്ത്രീ എഴുതുന്ന ആദ്യത്തെ ആത്മകഥയാണ് വ്യാഴവട്ട സ്മരണകൾ. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കൃതികളാണ് ഇസ്ലാമത സിദ്ധാന്ത സംഗ്രഹം, ദൗ ഉസ്സബാഹ്. അദ്ദേഹത്തിന്റെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മാസികകളാണ് മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. 60ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ 1, 2, 3 ശരിയാണ്. ഇനി ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ക്ഷേത്രത്തിന് പുറത്തുകൂടിയുള്ള വഴിയിലൂടെ ഹിന്ദുക്കളിലെ താഴ്ന്ന ജാതിക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമരം, വൈക്കം സത്യാഗ്രഹം നടത്തിയിട്ടുള്ളത്. നടന്ന വർഷം 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയായിരുന്നു. 603 ദിവസം ഈ വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നു. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കൾ ടി കെ മാധവനും കെ പി കേശവമേനോനുമായിരുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. അത് വൈക്കത്ത് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ചു. ഇനി നമ്മുടെ വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് തിരുവിതാംകൂറിന്റെ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തി ചിറ്റാടത്തെ ശങ്കുപിള്ളയാണ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് എം ഇ നായിഡുവും, അതുപോലെ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറുമായിരുന്നു. ഇനി ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഈ സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം നൽകുക എന്നുള്ളതായിരുന്നു. 1931 നവംബർ 1 മുതൽ 1932 ഒക്ടോബർ 2 വരെയായിരുന്നു ഈ സമരം നടന്നത്. ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി കെ കേളപ്പനുമായിരുന്നു. വളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ അല്ലെങ്കിൽ AKG ആയിരുന്നു. എന്നാൽ പ്രചരണ ജാഥ ക്യാപ്റ്റൻ ആരാണ്? ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. കേളപ്പൻ ഈ ഒരു സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നിരാഹാരം കിടന്നിരുന്നു. 1932 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 2 വരെയാണ് നിരാഹാരം കിടന്നത്. ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം അവസാനിപ്പിച്ചു? നിരാഹാരം കേളപ്പൻ അവസാനിപ്പിച്ചു. പിന്നെ ഈ ലക്ഷ്യം നേടാൻ കഴിയാതെ പോയ ഒരു സത്യാഗ്രഹമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. അതുകൊണ്ട് ഇതൊരു പരാജയപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ നമ്മുടെ പാർട്ട് 6 വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ആദ്യ 5 പാട്ടുകളും നിങ്ങൾ തീർച്ചയായും പോയി കാണണം. നിങ്ങളുടെ അടുത്ത പരീക്ഷകൾക്ക് ഈ 10th പ്രിലിംസ് മാത്രമല്ല, ജനറൽ ആയിട്ട് PSC നടത്തുന്ന എല്ലാ എക്സാംസിനും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഫാക്ട്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.